നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ വിലയേറിയ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം സങ്കീർത്തനം 133. 2 ശമൂവേലിൻ്റെ പുസ്തകക്രമ വായന തുടരുന്ന ഈ അവസരത്തിൽ നാം ഇപ്പോൾ തിരുവഴുത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും ഹ്രസ്വവുമായ സങ്കീർത്തനങ്ങളിലൊന്നായ സങ്കീർത്തനം 133 എത്തിച്ചേരുന്നു. ചെറുതാണെങ്കിലും അതിൻ്റെ ആത്മീയ ആഴം അളവറ്റതാണ്. ഈ സങ്കീർത്തനത്തിന് 2 ശമൂവേൽ 5-ാം അധ്യായവുമായി ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും വളരെ ശക്തമായ ബന്ധമുണ്ട്. ശൗലിൻ്റെ ഭവനവും ദാവീദിൻ്റെ ഭവനവും തമ്മിലുള്ള വർഷങ്ങളായുള്ള വിഭജനത്തിനും സംഘർഷങ്ങൾക്കും ശേഷം ഒടുവിൽ ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളും ഹെബ്രോനിൽ ഒരു മനസ്സോടെയും ഒരു ലക്ഷ്യത്തോടെയും ഒന്നിച്ച് കൂടി. അവർ ദാവീദിനോട് ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും ആകുന്നു എന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് ദാവീദ് സകല ഇസ്രായേലിൻ്റെയും രാജാവായി അഭിഷിക്തനായി. വിഭജിക്കപ്പെട്ടിരുന്ന ജനത ഒരൊറ്റ രാജ്യമായി മാറി. ദേശീയ ഐക്യത്തിൻ്റെ ഈ അന്തരീക്ഷത്തിലാണ് സങ്കീർത്തനം 133 ഏറ്റവും യോജിച്ച പശ്ചാത്തലം കാണുന്നത്. വിഭജനം, വഞ്ചന, അസൂയ, ആഭ്യന്തര യുദ്ധം, തകർന്ന ബന്ധങ്ങൾ എന്നിവയുടെ വേദന ദാവീദ് നേരിട്ട് അനുഭവിച്ചവനായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവജനത്തെ വീണ്ടും ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്കുന്നതായി കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം ആരാധനയാൽ നിറഞ്ഞു. അതുകൊണ്ടാണ് അവനൊരു പ്രസ്താവനയല്ല, മറിച്ച് ഒരു വിസ്മയ സ്ഫോടനത്തോടെയാണ് തുടങ്ങുന്നത്. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക. നല്ലതും മനോഹരവും. ചില കാര്യങ്ങൾ നല്ലതാണ്, പക്ഷേ ആസ്വാദ്യകരമല്ല. മറ്റ് ചില കാര്യങ്ങൾ ആസ്വാദ്യകരമാണ്, പക്ഷേ നല്ലതല്ല. എന്നാൽ വേദപുസ്തകപരമായ ഐക്യം ആത്മീയമായി ശരിയായതും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതുമാണ്. ഐക്യം എന്നത് എല്ലാവരും ഒരുപോലെയാകുക എന്നല്ല. എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു സംഗീത വൃന്ദത്തിലെ ഓരോ വാദ്യോപകരണവും വ്യത്യസ്ത സ്വരങ്ങൾ വായിച്ചാലും അവ ചേർന്ന് മനോഹരമായ ഒരു സംഗീത സംഗമം സൃഷ്ടിക്കുന്നത് പോലെ സഭയിലും വ്യത്യസ്ത വരങ്ങളും വ്യക്തിത്വങ്ങളും സംസ്കാരങ്ങളും തലമുറകളും ഉണ്ടെങ്കിലും അവയെല്ലാം ചേർന്ന് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഈ സത്യം ശത്രുവിന് നന്നായി അറിയാം. പുറത്തുനിന്ന് സഭയെ നശിപ്പിക്കാൻ എല്ലായ്പ്പോഴും അവന് കഴിയില്ലെന്ന് അവൻ അറിയുന്നു. അതിനാൽ അവൻ അകത്തുനിന്ന് സഭയെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. അവൻ ഹൃദയങ്ങളിൽ ഇങ്ങനെ ചിന്തകൾ വിതയ്ക്കുന്നു: എന്നെ ആരും പരിഗണിച്ചില്ല, എനിക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കേണ്ടതായിരുന്നു, അവർ എന്നെ മനസ്സിലാക്കുന്നില്ല. പതിയെ ചെറിയ തെറ്റിദ്ധാരണകൾ മതിലുകളാകുന്നു. മതിലുകൾ കയ്പായി മാറുന്നു. കയ്പ് ഒടുവിൽ കൂട്ടായ്മയെ തകർക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 17 യേശു തൻ്റെ അനുയായികൾക്കായി ഇങ്ങനെ പ്രാർത്ഥിച്ചത്: അവരെല്ലാവരും ഒന്നായിരിക്കണമേ എന്ന്. വിശ്വാസികളുടെ ഐക്യം ഒരു സംഘടനാപരമായ ക്രമീകരണം മാത്രമല്ല, ക്രിസ്തു തൻ്റെ ജനത്തിനിടയിൽ ജീവിക്കുന്നു എന്നതിൻ്റെ ആത്മീയ തെളിവാണ്. തുടർന്ന് ദാവീദ് ഐക്യത്തെ വിശദീകരിക്കാൻ 2 അത്ഭുതകരമായ ദൃശ്യങ്ങൾ നൽകുന്നു. 1. ഐക്യം അഹരോൻ്റെ തലയിൽ ഒഴിക്കപ്പെട്ട വിലയേറിയ അഭിഷേക തൈലത്തെ പോലെയാണ്. അഭിഷേക തൈലം അഹരോൻ്റെ തലയിൽ നിന്ന് അവൻ്റെ താടിയിലേക്കും അവിടെ നിന്ന് വസ്ത്രത്തിൻ്റെ അറ്റം വരെയും ഒഴുകി. തിരുവഴുത്തിൽ തൈലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക. തൈലം മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകിയത്. അനുഗ്രഹം എപ്പോഴും മുകളിൽ നിന്നാണ് ഒഴുകുന്നത്. വിനയം ഉള്ളിടത്താണ് പരിശുദ്ധാത്മാവ് സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നത്. അഹങ്കാരം കടന്നു വരുമ്പോൾ ആ ഒഴുക്ക് നിലയ്ക്കുന്നു. ക്ഷമ ഒഴുകുമ്പോൾ പരിശുദ്ധാത്മാവും ഒഴുകുന്നു. സ്നേഹം ഒഴുകുമ്പോൾ കൃപയും ഒഴുകുന്നു. വിശ്വാസികൾ വിനയത്തോടെയും സ്നേഹത്തോടെയും ഒരുമിച്ച് നടക്കുമ്പോൾ അഭിഷേകം ഒരാളിൽ മാത്രം നിൽക്കാതെ മുഴുവൻ ശരീരത്തിലേക്കും വ്യാപിക്കുന്നു. സ്നേഹത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു സഭയുടെ ആരാധനയ്ക്ക് വ്യത്യസ്തമായ ഒരു ശക്തി ഉണ്ടാകും. പ്രാർത്ഥന ശക്തി പ്രാപിക്കും. സുവിശേഷ പ്രവർത്തനം ഫലപ്രദമാകും. കുടുംബങ്ങൾ കൂടുതൽ ശക്തമാകും. കുട്ടികൾ വിശ്വാസത്തിൽ വളരും. അപ്പോൾ ലോകം മനസ്സിലാക്കും, ഇവിടെ മനുഷ്യർക്ക് അതീതമായ എന്തോ ദൈവികമായ പ്രവർത്തനം നടക്കുന്നു എന്ന്. 2. ഐക്യം ഹെർമോൻ പർവ്വതത്തിലെ മഞ്ഞ് പോലെയാണ്. ഹെർമോൻ പർവ്വതം ജീവദായകമായ മഞ്ഞിന് പ്രസിദ്ധമായിരുന്നു. ഇസ്രായേലിൽ ദീർഘമായ വരൾച്ച കാലങ്ങൾ പതിവായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ പ്രഭാത മഞ്ഞ് ശബ്ദമില്ലാതെ ജീവൻ പകരുന്ന അനുഗ്രഹമായിരുന്നു. ആരവമില്ലാതെ
ഇടിമുഴക്കമില്ലാതെ മനുഷ്യ ശ്രമമില്ലാതെ ദൈവം ദേശത്തെ പുതുക്കി. ദാവീദ് പറയുന്നു, വിശ്വാസികളുടെ ഐക്യവും അതുപോലെ തന്നെ മനുഷ്യഹൃദയങ്ങളെ പുതുക്കുന്നു എന്ന്. ചില ക്രിസ്ത്യാനികൾ ആത്മീയമായി വരണ്ടു പോകുന്നു. അവർ ബൈബിൾ വായിക്കുന്നത് നിർത്തിയതുകൊണ്ടല്ല, അവർ പ്രാർത്ഥന ഉപേക്ഷിച്ചതുകൊണ്ടുമല്ല, മറിച്ച് അവർ ദൈവജനത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതുകൊണ്ടാണ്. വിശ്വാസികൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ടവരായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ചിലപ്പോൾ മറ്റൊരു വിശ്വാസിയുടെ ഒരു പ്രോത്സാഹന വാക്ക് മണിക്കൂറുകളോളം ഒറ്റയ്ക്ക് ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ ക്ഷീണിച്ച ആത്മാവിനെ നവീകരിക്കാൻ കഴിയും. ഐക്യം ദൈവത്തിൻ്റെ നവീകരിക്കുന്ന സാന്നിധ്യം ശാന്തമായി ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അവസാനമായി ദാവീദ് ഒരു അസാധാരണമായ വാഗ്ദാനത്തോടെ ഈ സങ്കീർത്തനം സമാപിപ്പിക്കുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം അനുഗ്രഹം വെറുമൊരു വാഗ്ദാനമായി നൽകുന്നില്ല. ഐക്യമുള്ളിടത്ത് അവൻ അനുഗ്രഹം കൽപ്പിക്കുന്നു. അഹങ്കാരത്തിന് പകരം സ്നേഹം വരുമ്പോൾ, കയ്പിന് പകരം ക്ഷമ വരുമ്പോൾ, സ്വാർത്ഥതയ്ക്ക് പകരം സേവനം വരുമ്പോൾ ദൈവം പറയുന്നു, അവിടെയാണ് എൻ്റെ അനുഗ്രഹം സ്ഥിരമായി വസിക്കുക. തിരുവെഴുത്തിലുടനീളം നാം ഇതേ മാതൃക കാണുന്നു. പെന്തക്കോസ്താ നാൾ വരുന്നതിന് മുൻപ് ശിഷ്യന്മാർ മാളികമുറിയിൽ ഏകമനസ്സോടെ കൂടിയിരുന്നു. ആദ്യ സഭ ഒരു ഹൃദയവും ഒരു ആത്മാവുമായി ജീവിച്ചപ്പോൾ ആയിരങ്ങൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടു. ദൈവജനങ്ങൾ ഒരുമിച്ച് നടന്നിടത്തെല്ലാം സ്വർഗം പ്രതികരിച്ചു. സങ്കീർത്തനം 133 ഇന്ന് നമ്മെ വളരെ ശക്തമായി വെല്ലുവിളിക്കുന്നു. രാഷ്ട്രീയം, സഭാവിഭാഗങ്ങൾ, ഭാഷ, സംസ്കാരം, സാമൂഹിക പദവി, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഇവയെല്ലാം മനുഷ്യരെ വിഭജിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കുടുംബങ്ങൾ പോലും ഇന്ന് വിഭജിക്കപ്പെടുന്നു. തത്വങ്ങളിൽ അല്ല, മുൻഗണനകളിൽ പോലും ചിലപ്പോൾ സഭകൾ പിളരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ പലപ്പോഴും പരസ്പര ധാരണയേക്കാൾ തർക്കങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തു തൻ്റെ സഭയെ അനുരഞ്ജനത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാകുവാൻ വിളിക്കുന്നു. ഐക്യം എന്നത് എല്ലാ കാര്യങ്ങളിലും ഒരേ അഭിപ്രായമായിരിക്കണം എന്നല്ല. ക്രിസ്തു ആദ്യം നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മുടെ വ്യത്യാസങ്ങൾക്കിടയിലും പരസ്പരം സ്നേഹിക്കുന്നതാണത്. ഐക്യമുള്ള ഒരു കുടുംബം ശക്തമായ സാക്ഷ്യമാണ്. ഐക്യമുള്ള ഒരു സഭ ലോകത്തിനുള്ള ദീപസ്തംഭമാണ്. ഐക്യമുള്ള ഒരു ശുശ്രൂഷ ഉണർവിൻ്റെ ഒരു മാർഗമായി മാറുന്നു. ഐക്യം മനുഷ്യശ്രമം കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെടുന്നതല്ല, അത് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങളുടെ ഫലമാണ്. 2 ശമൂവേൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം കാണുന്നത് ദാവീദിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങൾ യുദ്ധഭൂമിയിലെ വിജയങ്ങൾ മാത്രമായിരുന്നില്ല, ദൈവം നിയമിച്ച രാജാവിൻ്റെ കീഴിൽ ദൈവജനത്തെ ഒന്നിപ്പിച്ച വിജയങ്ങളായിരുന്നു. അതുപോലെ തന്നെ ദാവീദിൻ്റെ മഹത്തായ പുത്രനായ യേശുക്രിസ്തു എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും ജാതികളിലും നിന്നുമുള്ള ജനത്തെ ഒരു കുടുംബമായി ഒരുമിച്ച് കൂട്ടുകയാണ്. ക്രൂശ് നമ്മെ ദൈവത്തോട് മാത്രമല്ല പരസ്പരവും അനുരഞ്ജിപ്പിക്കുന്നു. സങ്കീർത്തനം 133 ആഘോഷിക്കുന്ന ഐക്യം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് ക്രിസ്തുവിലും അവിടുത്തെ സഭയിലുമാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളത്, ഞാൻ ഐക്യം വളർത്തുന്ന ആളാണോ, അല്ലെങ്കിൽ അറിയാതെയെങ്കിലും വിഭജനം സൃഷ്ടിക്കുന്ന ആളാണോ? എൻ്റെ വാക്കുകൾ, മനോഭാവം, സംഭാഷണങ്ങൾ, പ്രവൃത്തികൾ എന്നിവ ആളുകളെ കൂടുതൽ അടുപ്പിക്കുന്നുണ്ടോ അതോ അവരെ അകറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ അഭിഷേകം സ്വതന്ത്രമായി ഒഴുകാൻ കഴിയുന്ന ഒരു ഹൃദയമാണോ എൻ്റേത്? അഹങ്കാരം, ക്ഷമയില്ലായ്മ, അസൂയ, കയ്പ് എന്നിവ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിനെ തടഞ്ഞിരിക്കുകയാണോ? അതോ ഞാൻ വിനയത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ദൈവജനത്തോടൊപ്പം ജീവിക്കുകയാണോ? നമ്മുടെ വീടുകളും നമ്മുടെ സഭകളും നമ്മുടെ ഹൃദയങ്ങളും സഹോദര സഹോദരിമാർ ഐക്യത്തോടെ വസിക്കുന്ന സ്ഥലങ്ങളാകുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അവിടുത്തെ അഭിഷേകം നമ്മിലേക്ക് സ്വതന്ത്രമായി ഒഴുകട്ടെ. അവിടുത്തെ നവീകരിക്കുന്ന സാന്നിധ്യം നമ്മിൽ വസിക്കട്ടെ. അവിടുന്ന് കൽപ്പിച്ച അനുഗ്രഹം എന്നേക്കും നമ്മോടുകൂടെ നിലനിൽക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.